അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് 17-18 ദിവസങ്ങളിൽ ചോദിച്ചിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. GK ആൻഡ് സയൻസ് പോർഷനിൽ നിന്നുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം ഏതൊക്കെ ഏരിയ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ. എന്തുകൊണ്ടാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്? ആൻസർ അറിയോ? സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം വെച്ചിട്ടാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സദേൺ മോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. നമ്മുടെ സദേൺ മോസ്റ്റ് പോർട്ട് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? തമിഴ്നാടു. എവിടെയാണ്? തമിഴ്നാടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തൈപ്പൊങ്കൽ in its literal sense is the Thanksgiving festival to the dash god for the harvest. തൈപ്പൊങ്കൽ ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവൽ ആയിട്ടാണ്? ഏത് ദൈവം എന്നറിയോ? സൂര്യൻ. സണ്ണിന് വേണ്ടിയിട്ടുള്ള താങ്ക്സ് ഗിവിംഗ് ഫെസ്റ്റിവൽ ആയിട്ടാണ് നമ്മൾ തൈപ്പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്? ഏതാണ്? താരാപൂർ ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്ര. താരാപൂർ, മഹാരാഷ്ട്ര. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73rd amendment to the Constitution of India provides for. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 73ാമത്തെ അമെൻമെന്റ് എന്തിനെ പറ്റി പറയുന്നു? എന്തിനെ പറ്റിയാ? 3-ടയർ പഞ്ചായത്ത് രാജ്. 3-ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ പറ്റിയാണ് എന്ത് പറയുന്നത്? 73ാമത്തെ അമെൻമെന്റ് പറയുന്നത്. ഏത് വർഷമാണെന്നൂടെ നോട്ട് ചെയ്യുക. 1992. അത് മാത്രമല്ല, നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം കേട്ടോ. കാരണം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ഷിഫ്റ്റുകളിലെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് സുന്ദർബൻ മാൻഗ്രൂവ് ഫോറസ്റ്റ് ലൊക്കേറ്റഡ്? സുന്ദർബൻ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണെന്നറിയോ? അത് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലാണ് സുന്ദർബൻ മാൻഗ്രൂവ് ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements about the image formed by a concave lens is always? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൽ ഏതാണ് കറക്റ്റ് ആയിട്ടെന്നുള്ളത് മാർക്ക് ചെയ്യാനായിരുന്നു. അപ്പം മൊത്തത്തിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ലെൻസിന്റെ പോർഷൻ ഇന്ന് ഫിസിക്സിൽ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക്, ചാർജ്, ഈ വർക്കിനെയും ചാർജിനെയും റിലേറ്റ് ചെയ്ത കുറേ പ്രോബ്ലംസും അതുപോലെ തന്നെ ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ഇതിൽ നല്ലതായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ഏതാണെന്ന്. എന്തായിരിക്കും? അപ്രൈറ്റ് ആൻഡ് സ്മോളർ ദാൻ ഒബ്ജെക്ട്. കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെ ആയിരിക്കും? അപ്രൈറ്റ് ആൻഡ് സ്മോളർ ദാൻ ഒബ്ജെക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. Under which act of Sati system was banned in Bengal with the efforts of Rajaram Mohan Roy? ഏത് ആക്ട് ആണെന്നറിയോ? അത് റെഗുലേഷൻ ആക്ട്. റെഗുലേഷൻ ആക്ട് 17 ആണ് കേട്ടോ. റെഗുലേഷൻ ആക്ട് 17 1829. റെഗുലേഷൻ ആക്ട് 17 1829 ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാജാറാം മോഹൻ റോയ് സതി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലാന്റ് ഹൂസ് സ്റ്റെംസ് കണ്ടെയ്ൻ ബോത്ത് ഇൻക്ലൂഡഡ് ഫ്ലോയം ആൻഡ് ഇന്റേണൽ ഫ്ലോയം. ഏത് പ്ലാന്റിലാണ് ഇൻക്ലൂഡഡ് ഫ്ലോയവും അതുപോലെ തന്നെ ഇന്റേണൽ ഫ്ലോയവും ഒരുമിച്ച് കാണുന്നത്? ഇതിന്റെ പേര് പഠിക്കണം കേട്ടോ. ലെപ്റ്റഡെനിയ പൈറോടെക്നിക്ക. ഇതധികം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടെ കേട്ടോ. ലെപ്റ്റഡീനിയ പൈറോടെക്നിക്ക എന്താണ് ആ പ്ലാന്റിന്റെ പ്രത്യേകത? അതിനകത്ത് ഇൻക്ലൂഡഡ് ഫ്ലോയും ഇന്റേണൽ ഫ്ലോയും ഒരുമിച്ച് കാണുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് സിൽവർ? സിൽവറിന്റെ അറ്റോമിക് നമ്പർ എത്ര? 47 ആണ് സിൽവറിന്റെ അറ്റോമിക് നമ്പർ.
കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്ന് പീരിയോഡിക് ടേബിൾ നന്നായിട്ട് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ തന്നെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ ബാലൻസ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് എന്ത് പ്രോസസ്സാണ്, എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിക്കുന്നുണ്ട്. പീരിയോഡിക് ടേബിൾ നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ കെമിക്കൽ നെയിംസ് ഉണ്ടല്ലോ, ഈ കെമിക്കൽ നെയിംസും നന്നായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ. കെമിസ്ട്രി പോർഷനിൽ നിന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വിറ്റാമിൻ ഇ? വിറ്റാമിൻ ഇയുടെ കെമിക്കൽ നെയിം എന്താണ്? ടോക്കോഫിറോൾ. ബയോളജി പോർഷനിൽ നിന്നാണെങ്കിൽ വൈറ്റമിൻസിന്റെ എല്ലാം സയന്റിഫിക് നെയിംസ് പഠിക്കണം. എല്ലാത്തിനും നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. വൈറ്റമിൻസിന്റെ ഒരു പ്രത്യേകം ക്ലാസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ വൈറ്റമിൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിച്ചേ പറ്റൂ. ഒരു ഷിഫ്റ്റിൽ ചോദിച്ചു കണ്ട വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. കാസിമർ ഫങ്ക്. പക്ഷെ വൈറ്റമിൻ ഡിസ്കവേർഡ് ചെയ്യുന്ന ആള് ഫ്രെഡറിക് ജി ഹോപ്കിൻസ്. ഓക്കെ, വൈറ്റമിൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് ആരാന്ന് ചോദിച്ചത് ആരായിരുന്നു? കാസിമർ ഫങ്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ. ഒരു AC ജനറേറ്ററും അതുപോലെ തന്നെ DC ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. AC ജനറേറ്റർ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഹൈ വോൾട്ടേജ് ആയിരിക്കും. AC ജനറേറ്റർ പ്രൊഡ്യൂസ് ഹൈ വോൾട്ടേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As per the India State of Forest Report 2021, which of the following state with the least forest cover with respect to the total geographical area? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കുറവ് ഫോറസ്റ്റ്? എവിടെയാണെന്നറിയോ? അത് ഹരിയാനയാണ്. എവിടെയാണ്? ഹരിയാനയാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ. Absolute refractive index of any medium is always. എന്തായിരിക്കും? Any medium is always greater than 1. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതാണ് എന്ത്? അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം ഈസ് ഓൾവേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ഡയമെൻഷണൽ ലെസ് ആണ്. ഡയമെൻഷണൽ ലെസ് ആണ്. അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the fintech company in India has launched its all-in-one unified QR for merchants to enable unlimited payments across the country? 2020 കറണ്ട് അഫയേഴ്സ് കേട്ടോ. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് 20 നോക്കണം, 21 നോക്കണം, 22 നോക്കണം കേട്ടോ. 3 വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്ന് വായിച്ചു വിട്ടേക്കുക. ദെൻ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഏത് ഫിൻടെക് കമ്പനിയാണ് എന്തിനു വേണ്ടിയിട്ട് അൺലിമിറ്റഡ് പേയ്മെന്റ്സ് എങ്ങനെ ഓൾ ഇൻ വൺ യൂണിഫൈഡ് QR ലോഞ്ച് ചെയ്തുകൊണ്ട്? ഏത് കമ്പനിയാണെന്നറിയോ? അത് പേടിഎം ആണ്. ഏതാണ്? പേടിഎം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വൺസ് ഹോഴ്സ് പവർ? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പ്രീവിയസ് തന്നെ കേട്ടോ. വൺസ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ്? 746 വാട്ടാണ് എന്ത്? 1 ഹോഴ്സ് പവർ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. പങ്കജ് അദ്വാനി ഹാസ് ഗ്രാബ്ഡ് ഹിസ് ഡാഷ് വേൾഡ് ടൈറ്റിൽ ബൈ വിന്നിംഗ് IBSF 6 Red സ്നൂക്കർ വേൾഡ് കപ്പ്. അപ്പം ഈ ഇടയ്ക്ക് നടന്ന എന്ത് ചെയ്തു? IBSF 6 Red സ്നൂക്കർ വേൾഡ് കപ്പില് ഒരു ടൈറ്റിൽ വിൻ ചെയ്തു. അത് അയാളുടെ എത്രാമത്തെ ടൈറ്റിൽ ആയിരുന്നു? IBSF എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ ബില്ലിയാർഡ് സ്നൂക്കർ ഫെഡറേഷൻ. ഓക്കെ, അത് അയാളുടെ എത്രാമത്തെ ടൈറ്റിൽ ആയിരുന്നു? 24th 24ാമത്തെ ടൈറ്റിൽ ആയിരുന്നു പങ്കജ് അദ്വാനിയുടേത്. നോക്കി വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഭാരത് നിർമ്മാൺ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 2005 വാസ് ഇന്റൻഡഡ് ടു. അപ്പം ഭാരത് നിർമ്മാൺ പ്രോഗ്രാം ഏത് വർഷം? 2000 വർഷം നോക്കി വെച്ചോ കേട്ടോ. ഭാരത് നിർമ്മാൺ പ്രോഗ്രാം 2005 ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്? ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചർ and connectivity in rural areas. Infrastructure and connectivity in
റൂറൽ ഏരിയാസ് ഭാരത് നിർമ്മാൺ പ്രോഗ്രാം. ഏത് വർഷം? 2005. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് വാസ്. ഇത് ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ തന്നെ പറഞ്ഞതാ കേട്ടോ. ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് ആരായിരുന്നു? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ആര്യ സമാജിന്റെ ഫൗണ്ടർ ആണ് ദയാനന്ദ സരസ്വതി. ഏത് വർഷം? 1875. എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? മുംബൈയിലാണ്. ഈ 3 കാര്യങ്ങളോട് ഓർത്ത് വെക്കുക. അതുപോലെ ഇങ്ങനത്തെ സോഷ്യൽ റിലീജിയസ് റീഫോംസ് മൂവ്മെന്റ്സ് എല്ലാം അതുകൂടി നോക്കണം കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ ആര്യ സമാജ്, വേദ സമാജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി പഠിക്കുക. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ക്ലിഞ്ചഡ് എ സിൽവർ മെഡൽ ഇൻ വുമൺസ് ലോങ് ജംപ് ഇവന്റ് at the ongoing World Athletic Under-20 Championship in Nairobi with a best attempt of 6.59 meter in August 2021. അപ്പൊ സിൽവർ മെഡൽ കിട്ടിയത് എന്തിലാണ്? ഏത് ഇവന്റിലാ? വുമൺസ് ലോങ് ജംപ് വേൾഡ് അത്ലറ്റിക് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ്. ഏത് വർഷം നടന്നേ? 2021. എവിടെയാണ് നടന്നേ? നൈറോബിയില്, കെനിയിലെ നൈറോബിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക് അണ്ടർ-20 ചാമ്പ്യൻഷിപ്പില് വുമൺസ് ലോങ് ജംപ് ഇവന്റില് സിൽവർ മെഡൽ കിട്ടിയത് ആർക്കാണെന്ന്? അറ്റംപ്റ്റ് എത്ര ആയിരുന്നു? 6.59 മീറ്റർ. ആർക്കായിരുന്നു? അത് ഷെയ്ലി സിംഗ്. കറണ്ട് അഫയേഴ്സ് കണ്ടോ? 2021 ചോദിച്ചേക്കുന്നത്. മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2020 ഇപ്പൊ കണ്ടേക്കുന്നത് 2021. 2022 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ വരുന്ന ക്വസ്റ്റ്യനിൽ കാണും. അപ്പൊ 3 വർഷത്തെയും കറണ്ട് അഫയേഴ്സ് പഠിക്കുക, 20, 21, 22. ഓക്കെ. ഫോർമുല ഓഫ് ഓംസ് ലോ അറിയാലോ, എന്തായിരുന്നു? V = IR. ഓംസ് ലോയുടെ ഫോർമുല എന്താ? V = IR. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ആർ ഫോം ഡ്യൂറിങ് ലൈറ്റ് റിയാക്ഷൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ സമയത്ത് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ATP ഉണ്ട്, ഹൈഡ്രജൻ ഡോണർ, അതുപോലെ തന്നെ ഓക്സിജൻ. ഏതൊക്കെയാണ്? ATP, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാ? വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈലം ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സില് സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ഫ്രം റൂട്ട്സ് ടു ലീവ്സ്. വാട്ടർ ഫ്രം റൂട്ട്സ് ടു ലീവ്സ്. അതാണ് എന്തിന്റെ ഫംഗ്ഷൻ? സൈലത്തിന്റെ ഫംഗ്ഷൻ അതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is the chemical name of caustic soda? കോസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിംസ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. കോസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിംസ്. എല്ലാത്തിന്റെയും കെമിക്കൽ നെയിംസ് പഠിച്ചിട്ട് പോവാ കേട്ടോ. കെമിക്കൽ നെയിംസ് എല്ലാം ഒന്നുകൂടി നോക്കി പഠിച്ചിട്ട് പോവാ. ഇവിടെ എന്താണ് കെമിക്കൽ നെയിം ഓഫ് കോസ്റ്റിക് സോഡ? എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇങ്ങനത്തെ കെമിക്കൽ നെയിംസിന്റെ എല്ലാം നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ് കേട്ടോ. കെമിക്കൽ നെയിംസിന്റെ നോട്ട്സ് എല്ലാം. ഓക്കെ. അടുത്ത് നോക്കാം. The source of oxygen liberated as byproduct during photosynthesis is. അപ്പം നമുക്ക് ഈ ഫോട്ടോസിന്തസിന്റെ സമയത്ത് കിട്ടുന്ന ഓക്സിജൻ അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓക്സിജന്റെ സോഴ്സ് എവിടെ നിന്നാണ്? വാട്ടറിൽ നിന്ന്, H2O, വാട്ടറിൽ നിന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 51A is in which part of the Constitution of India? 51A ഏത് പാർട്ടിലാണ്? 4ാമത്തെ പാർട്ടിലാണ്. പാർട്ട് 4. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണെങ്കിൽ ആർട്ടിക്കിളുകൾ എല്ലാം നോക്കുക കേട്ടോ. എല്ലാ ആർട്ടിക്കിളും ഒന്നുകൂടെ റിവൈസ് ചെയ്തേക്കുക. അതുപോലെ പാർട്ടുകൾ 20 പാർട്ടും പഠിക്കുക. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാ? മീഥൈൻ. ഏതാണ്? മീഥൈൻ. അടുത്തത്, ലോസർ ഫെസ്റ്റിവൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ലോസർ ഫെസ്റ്റിവൽ എവിടെയാ സെലിബ്രേറ്റ് ചെയ്യുന്നേ? ലോസർ ഫെസ്റ്റിവൽ ലഡാക്ക്. എല്ല് അങ്ങനെ ഓർത്തിരുന്നാൽ മതിയേ. ലോസർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലഡാക്കില്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ ഈസ് പ്രസന്റഡ് ബൈ. എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ പ്രസന്റ് ചെയ്യുന്നത് ആരായിരുന്നു? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ. എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ പ്രസന്റഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആൽക്കൈൻസ്? ഓപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് തെറ്റായിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ്
ആൽക്കൈൻസിന് ഹൈ റിയാക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ അത് തെറ്റ്. ആൽക്കൈൻസിന് എന്താണ്? ആൽക്കൈൻസിന് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ആൽക്കൈൻസ് എന്താണ്? ആൽക്കൈൻസ് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഇതെന്താണ്? കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. അതുപോലെ തന്നെ CnH2n+2 ഇതാണ് ഇതിന്റെ ഫോർമുല. ഈ 3 കാര്യങ്ങളോട് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Javelin thrower Neeraj Chopra created history by winning gold medal in the men's javelin throw at Tokyo Olympics. He gave his best throw of dash to back the gold medal. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടി. ഇനി അത് എത്ര മീറ്റർ ആയിരുന്നു അയാൾ ആ ജാവലിൻ ത്രോ എറിഞ്ഞത്? എത്രയായിരുന്നു? 87.58. എത്രയായിരുന്നു? 87.58. ഇയാൾക്ക് തന്നെ ഇപ്പം വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ എത്ര? 88.13 മീറ്റർ. ഈ മീറ്റർ ഓർത്തിരിക്കുക കേട്ടോ. 87.58ലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഗിവ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഏതായിരുന്നു? ഇതിനെ റിലേറ്റ് ചെയ്ത് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. 73ാമത്തെ അമെൻമെന്റിൽ എന്താണ് പറയുന്നത് ചോദിച്ചു. പിന്നെ വേറെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഈ പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന അമെൻമെന്റ് ഏതാണെന്ന്. ക്വസ്റ്റ്യൻസ് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പോർഷൻസ് മനസ്സിലാക്കിയിട്ട് ആ പോർഷൻസിൽ നിന്ന് കൂടുതൽ ആ പോർഷൻസിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കാൻ നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. To which category of reaction does the following chemical reaction belongs? ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് എഴുതാം. ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് അറിയോ? NaCl plus AgNO3 gives NaNO3 plus AgCl. ഇത് ഏത് റിയാക്ഷൻ ആണ്? ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഏതാണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ Na എന്ന് കൊടുത്തു, AB പ്ലസ് CD എന്നുള്ളത് എന്തായി? AB പ്ലസ് CD എന്നുള്ളത് AD പ്ലസ് BC ആവുന്നു. ഈ ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് എന്ത് പറയുന്നത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. AB പ്ലസ് CD എന്താവുന്നു? AD പ്ലസ് BC ആവുന്നു. ദെൻ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ A പ്ലസ് B എന്താവുന്നു? AB ആവുന്നു. ഇതാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. ദെൻ നമ്മളിവിടെ പറഞ്ഞല്ലോ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ AB പ്ലസ് CD എന്താവുന്നു? AD പ്ലസ് BC ആവുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻടൈറ്റിൽസ്. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി അതാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 21 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. When did Prime Minister Narendra Modi announce National Hydrogen Mission to generate hydrogen from green energy sources? ഗ്രീൻ എനർജി സോഴ്സസ്. ഓക്കെ, അപ്പം ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നാഷണൽ ഹൈഡ്രജൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്? ഓഗസ്റ്റ് 2021. ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ജൂലൈ 21, ഓഗസ്റ്റ് 2021, ദെൻ ജൂൺ 2021 അങ്ങനെയായിരുന്നു. അപ്പൊ ആ മന്ത് കൂടി അറിയണം. ഓഗസ്റ്റ് 2021 എന്ത് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നാഷണൽ ഹൈഡ്രജൻ മിഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കേട്ടോ, ഇൻഡിപെൻഡൻസ് ഡേയില്. കണ്ടോ, വീണ്ടും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടോ. വിച്ച് among the following is an exothermic reaction? താഴെ തന്നിരിക്കുന്നവയിൽ എക്സോതെർമിക് റിയാക്ഷൻ ഏതാണെന്ന്. എന്തിന്റെയൊക്കെ റിയാക്ഷൻ ആണ്? റിയാക്ഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ. അതായിരുന്നു എന്ത്? ഓപ്ഷൻ ഇസി ഉണ്ടായിരുന്നേ. റിയാക്ഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ആണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. ദെൻ അടുത്ത സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഗോൾഡൻ ഫൈബർ റെഫേഴ്സ് ടു. ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who won the Dronacharya Award for Outstanding Coaches in Sports and Games 2021 in table tennis discipline? ദ്രോണാചാര്യ അവാർഡ്
ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ചസ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇൻ ടേബിൾ ടെന്നീസ് ഡിസിപ്ലിൻ. ആർക്കാണ് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത്? സുബ്രഹ്മണ്യം രാമൻ. ഓക്കെ, ഇതിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ, 2021 കറണ്ട് അഫേഴ്സ്. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. ദ പവർ ഓഫ് ദ കോൺകേവ് ലെൻസ് ഈസ് 0.5 ഡയോപ്റ്റർ. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 1 - 0.5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10/5 - 2. ഇതല്ലേ ഫോക്കൽ ലെങ്ത്? അപ്പൊ ഇക്വേഷൻ പഠിച്ചേക്കാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f. ഓക്കെ, ഇത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അനിൽ സാർ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിൽ പ്രോബ്ലംസ് എല്ലാം ചെയ്യിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവാം. Then അടുത്ത ക്വസ്റ്റ്യൻ. The refractive index for a glass is 1.62. The sign of the critical angle for total internal reflection at glass air interface. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.62 ആണെന്ന്. അപ്പൊ സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റ സി. സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? റിവേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/r. റിവേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്ത്? സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 1/1.62 ചെയ്താൽ മതി. 1/1.62 ചെയ്താൽ മതി. അതാണ് എന്ത്? സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാല് റിവേഴ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഒറിജിൻ ഓഫ് നർമ്മദ റിവർ? എവിടെയാ? നർമ്മദ റിവറിന്റെ ഒറിജിൻ അമർകണ്ടക്. നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നർമ്മദ റിവർ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? അമർകണ്ടക്. Then അടുത്ത ക്വസ്റ്റ്യൻ. The common name of sodium bicarbonate. സോഡിയം ബൈകാർബണേറ്റ് കോമൺ നെയിം എന്താണ്? ബേക്കിംഗ് സോഡ. എന്താണ്? ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റിന്റെ കോമൺ നെയിം ആണ് ബേക്കിംഗ് സോഡ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, അതൊരു പ്രോബ്ലം ആണ്, ഫിസിക്സിൽ നിന്നുള്ള പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ ബ്ലെൻഡർ ഹാവിംഗ് റെസിസ്റ്റൻസ് 40 ohm and produces 500 joule in 5 seconds. എന്താ ഒരു ഇക്വേഷൻ അറിയോ? H = എന്താണ്? I²RT. H ന്റെ എത്രയാണ്? 500 ജൂൾ ഉണ്ട്, R ന്റെ വാല്യൂ 40 ഉണ്ട്, ടൈം എത്ര? 5 സെക്കൻഡ്. അപ്പൊ I² ഉള്ളതില്ലേ? I² എത്ര വരും? I² 5/2 വരത്തില്ലേ? അപ്പം ഐയുടെ വാല്യൂ എന്ത് വരും? അപ്രോക്സിമേറ്റ്ലി ഒരു 1.58 വരും കറണ്ടിന്റെ വാല്യൂ. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നേ? നമുക്ക് ചോദിച്ചേക്കുന്നത് പൊട്ടൻഷ്യൽ ആണ്, വിയുടെ വാല്യൂ ആണ്. V = എന്താണെന്നറിയാം? I × R ആണെന്നറിയാം. അപ്പൊ ഐയുടെ വാല്യൂ 1.58 ആണെന്നുണ്ട്, റെസിസ്റ്റൻസ് എത്ര? 40. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ ആൻസർ? ഇതാണ് ആൻസർ. 1.58 × 40 ആണ് എന്ത്? നമ്മുടെ പൊട്ടൻഷ്യൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Which country is separated from India by a narrow channel of sea formed by the Pak Strait and Gulf of Mannar? പാക് സ്ട്രൈറ്റ് വെച്ചും ഗൾഫ് ഓഫ് മാനാർ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. In female the onset of puberty is first marked by എന്താണ്? മെനാർക്കെ. പുബർട്ടി ആദ്യം മാർക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മെനാർക്കെ. ഓക്കെ, then നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which state of India is a Statue of Unity located? നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ അല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 182 മീറ്റർ ആണ്. ഓക്കെ, ഇതിനെപ്പറ്റി ബാക്കി റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാട്ടർ ബോൺ ഡിസീസ്? അത് ഓപ്ഷൻസിൽ നിന്ന് എഴുതാനുണ്ടായിരുന്നായിരുന്നു. ഓപ്ഷൻസിൽ വാട്ടർ ബോൺ ഡിസീസസ്. അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കോളറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഒരു എയർബോൺ ഡിസീസ് ആണ് ഏത്? എയർബോൺ ഡിസീസ് ആണ് മീസൽസ്. ഓക്കെ, എയർബോൺ ഡിസീസ് ആണ് മീസൽസ്. അപ്പം ഡിസീസിന്റെ പോർഷൻസും നന്നായിട്ട് നോക്കണം കേട്ടോ ബയോളജിയിൽ. ഡിസീസ് അത് വൈറസ്, അതുപോലെ തന്നെ ബാക്ടീരിയ ഡിസീസ്. ഓക്കെ, ദെൻ മറ്റേ മലേറിയ. ഓക്കെ, ഇങ്ങനത്തെ ഡിസീസസ് എല്ലാം കംപ്ലീറ്റ് ഒന്ന് നോക്കിയേക്കാം. ഡിസീസും വൈറസ് ആണോ, അല്ലെങ്കിൽ ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ വാട്ടർ സ്പ്രെഡ് ആണോ, എയർ സ്പ്രെഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയേക്കാം. പിന്നെ ഡിസീസസ് അഫക്ട് ചെയ്യുന്ന ഓർഗൻസ് കൂടി നോക്കിയിട്ട് പോവാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ?
താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ? ഓപ്ഷൻസിൽ എഴുതാനായിരുന്നു കേട്ടോ. മഗ്നീഷ്യം പ്ലസ് Cl2 ഗീവ്സ് മഗ്നീഷ്യം ക്ലോറൈഡ്. ഇതായിരുന്നു ഓപ്ഷൻസിൽ നിന്ന് എഴുതാണ്ടായിരുന്നത്. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും കൂടെ ചേർന്നിട്ട് എന്താവുന്നു? AB ആവുന്നു. ഓക്കെ. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയും ബി സിയും കൂടെ ചേർന്നിട്ട് എന്താവുന്നു? AC പ്ലസ് ബി ആവുന്നു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഈസ് ഓൾസോ കാൾഡ് ഗ്രൂപ്പ് 0 ഓഫ് ദ പീരിയോഡിക് ടേബിൾ? ഗ്രൂപ്പ് 0 എന്ന് വിളിക്കുന്ന ഏത് ഗ്രൂപ്പിനെയാ? ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 18 ആണ് എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് 0 എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കെമിക്കൽ നെയിം ഓഫ് വിറ്റാമിൻ B12. നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? കെമിക്കൽ നെയിംസ് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ B12 എന്താ? സയാനോ കൊബാലമിൻ. വിറ്റാമിൻ B12 കെമിക്കൽ നെയിം ആണ് സയാനോ കൊബാലമിൻ. എല്ലാത്തിനും കെമിക്കൽ നെയിംസ് നോക്കണം കേട്ടോ. കംപ്ലീറ്റ് എല്ലാ വിറ്റാമിൻസിന്റെയും കെമിക്കൽ നെയിംസ് കൂടെ പഠിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ സയൻസ് ഡേ ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫെബ്രുവരി 28. നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 28-ന്. അടുത്ത ക്വസ്റ്റ്യൻ. നവറോസ് സെലിബ്രേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏത് കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് കേട്ടോ? പാർസി കമ്മ്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് നവറോസ് സെലിബ്രേഷൻ. ഇതാരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റില്? അത് ബാൽബന്റെ ടൈം പീരീഡിലാണ്. അതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ നവറോസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്? അത് പാർസി കമ്മ്യൂണിറ്റി ആണ്. ഇതെന്താണ് കേട്ടോ? നമ്മുടെ 2022 ജനുവരിയിൽ വരെ ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ്. എന്താ? ഇൻ 2022 ഹൂ ഈസ് അപ്പോയിന്റഡ് ആസ് ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ്? അനന്ത നാഗേശ്വരം. അനന്ത നാഗേശ്വരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is a form of asexual reproduction in flowering plants that occurs via seeds without fertilization? ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാ. എങ്ങനെയാ? സീഡ് വഴി, ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് വഴി നടക്കുന്ന ആ മെത്തേഡിന് പറയുന്നത് അപ്പോമിക്സിസ് എന്നാണ് കേട്ടോ. അപ്പോമിക്സിസ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ആർട്ടിക്കിൾ 239 ഡീൽസ് വിത്ത്. കണ്ടോ, ആർട്ടിക്കിൾ എല്ലാം ചോദിക്കുന്നുണ്ട്. ഓരോ ഷിഫ്റ്റിലായിട്ട് ഓരോ ആർട്ടിക്കിൾ ഇതും ചോദിക്കുന്നുണ്ട്. അല്ലെ 1-2 ആർട്ടിക്കിൾ ഇതും ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 239 എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബൈ പ്രസിഡന്റ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബൈ പ്രസിഡന്റ്. അതാണ് എന്ത്? അതാണ് ആർട്ടിക്കിൾ 239. ദെൻ എപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു ആർട്ടിക്കിൾ 279A GST കൗൺസിൽ ആയിട്ട്. ഇതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇത് അടുത്തിടയ്ക്ക് ചോദിച്ചു കണ്ട്, ഇതുകൂടി ഓർത്തേക്കുക. ആർട്ടിക്കിൾ 279A എന്ന് പറഞ്ഞാൽ GST കൗൺസിൽ. 239 എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോൺസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബൈ പ്രസിഡന്റ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Which state launched the Janasevaka scheme in November 2021, offering 58 government service at the doorstep of citizen? ജനസേവക സ്കീം ലോഞ്ച് ചെയ്തത് 2021 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ജനസേവക സ്കീം ലോഞ്ച് ചെയ്തത് എവിടെയാണ്? കർണാടകയിലാണ്. ജനസേവക സ്കീം ലോഞ്ച് ചെയ്തത് കർണാടക. Then അടുത്ത ക്വസ്റ്റ്യൻ. Which of the following personality receive all 3 awards പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ in his or her life? ഇത് മൂന്നും കിട്ടിയത് ആരായിരുന്നു? മേരി കോം. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അതുപോലെ തന്നെ പത്മശ്രീ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which lens is used to minimize myopia? മയോപ്പിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. മയോപ്പിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് റിവർ ഐലൻഡ് ഇൻ ദ വേൾഡ്? ഏറ്റവും വലിയ റിവർ ഐലൻഡ് ഏതാണ്? അത് മജുലി ഐലൻഡ്. ഏതാണ്? മജുലി ഐലൻഡ്. ഓക്കെ. അപ്പം നമ്മൾ ടോട്ടല് ഒരു 50-60 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കെമിസ്ട്രിയുടെ പോർഷൻസിൽ നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഏതാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് പീരിയോഡിക് ടേബിൾ നോക്കുക കേട്ടോ. പീരിയോഡിക് ടേബിൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇക്വേഷൻ ബാലൻസിങ് നോക്കുക. ഓക്കെ. ദെൻ ഫിസിക്സിൽ നിന്ന് പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക.
എല്ലാ പ്രോബ്ലംസും, എല്ലാ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. അത് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും അല്ല ചോദിക്കുന്നത്, പക്ഷേ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കുക, ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കുക. ദെൻ അതോടൊപ്പം തന്നെ ഫിസിക്സിന്റെ ലെൻസിന്റെ പോർഷൻ നല്ലോണം നോക്കിക്കോ കേട്ടോ, ലെൻസിന്റെ പോർഷൻ നന്നായിട്ട് നോക്കുക. ദെൻ ബയോളജിയിൽ നിന്നാണെങ്കിൽ വൈറ്റമിൻസ് നോക്കുക, അതുപോലെ തന്നെ ഡിസീസസ് നോക്കുക. ഓക്കെ, ഈ 2 പോർഷൻസ് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിച്ചോ. പിന്നെ നമ്മുടെ ഹിസ്റ്ററി പോർഷൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിലീജിയസ് മൂവ്മെന്റ്സ് എല്ലാം നോക്കുക, റിലീജിയസ് മൂവ്മെന്റ്സ്. ജോഗ്രഫി പോർഷൻസിൽ നിന്നാണെങ്കിൽ റിവർ സിസ്റ്റം നന്നായിട്ട് നോക്കിക്കോ, ജോഗ്രഫിന്ന് റിവർ സിസ്റ്റം നന്നായിട്ട് നോക്കുക. ദെൻ പിന്നെ ഏതല്ല പൊളിറ്റിന്നാണെങ്കിൽ ആർട്ടിക്കിള്, അമെൻമെന്റ്, പാർട്ട്, ഈ 3 ഏരിയയും സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ. ഈ പറഞ്ഞതൊക്കെ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസാണ്. ബാക്കിയുള്ള നിങ്ങൾ സാധാ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക. പറഞ്ഞ പോർഷൻസ് എല്ലാം കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് കൊടുത്ത് ആ പോർഷൻസിൽ നിന്ന് കുറച്ചുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.